ശാന്തമായിട്ടിരിക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെയിരുന്ന് കണ്ണുകളടച്ച് ഒരു തരത്തിലുമുള്ള സ്വസ്ഥതയില്ലാതെ ഏകാഗ്രതയുള്ള ഹൃദയത്തോടുകൂടെ കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെയിരുന്ന് നന്നായി ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് ആരും മറ്റൊരാളെ സ്പർശിക്കാതെ നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രം ഇതാണ്: ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയാം, മനസ്സിൽ പറയാം: ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈ വർഷത്തിൻ്റെ ഈ അവസാന വ്യാഴാഴ്ച നമ്മുടെ ആത്മാവിൽ ഈശോ മന്ത്രിക്കുന്ന മന്ത്രം ഇതാണ്: ഈശോയും മാതാവും നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. സ്വർഗം എന്നെ സ്നേഹിക്കുന്നു, ഭൂമി എന്നെ സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഒരുപക്ഷെ ഈ ഭൂമിയിൽ പലരുടെയും സ്നേഹം നഷ്ടപ്പെട്ടു പോയവരായിരിക്കാം നമ്മൾ. സ്നേഹിക്കുമെന്ന് കരുതിയ പലരും സ്നേഹിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മെ തള്ളിപ്പറയുകയും നമ്മെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. മനസ്സിൽ വളരെ ശാന്തതയോടെ പറയാം: ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. നമ്മുടെ പരിഭവങ്ങളുടെ, പരാതികളുടെ മൂലകാരണങ്ങളിലൊന്ന് നമ്മെ ആരും സ്നേഹിക്കുന്നില്ല എന്ന ചിന്തയാണ്, തോന്നലാണ്. ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല, എന്നെ ആർക്കും വേണ്ട. കുഞ്ഞെ, നിന്റെ ഈശോ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞെ, നിന്റെ സ്വർഗത്തിലെ നിന്റെ അമ്മ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. എനിക്കത് മതി എന്ന് പറയാൻ കഴിയണം. ഈ ഭൂമിയിലുള്ള ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും സ്നേഹം നഷ്ടപ്പെട്ടാലും ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നു, എന്നെ മാറോട് ചേർക്കുന്നു, എൻ്റെ കവിളുകളിൽ മുത്തം തരുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു, എൻ്റെ കണ്ണുനീറൊപ്പിയെടുക്കുന്നു, എൻ്റെ കരം പിടിച്ച് നടത്തുന്നു, എന്നെ ചുമലിലേറ്റി ആനന്ദ നൃത്തം ചവിട്ടുന്നു.
ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. നിനക്ക് നിന്റെ അപ്പന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. മക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ജീവിത പങ്കാളിയുടെയും സഹോദരങ്ങളുടെയും അയൽക്കാരുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹം ഒരുപക്ഷേ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. അവർ നിനക്കെതിരെ ഇല്ലാത്തത് അപവാദങ്ങൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാകാം. നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ തരാതെ ഇരുന്നിട്ടുണ്ടാകാം. നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ടാകാം. നിന്നെ പരിഹസിച്ചിട്ടുണ്ടാകാം. നിന്നെ പരമാവധി നിന്ദിച്ചിട്ടുണ്ടാകാം. മനസ്സിൽ ആവർത്തിച്ച് പറയാം, ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. മനസ്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കണമെന്നില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. മനസ്സിൽ ആവർത്തിച്ച് പറയാം, ഈശോയുടെയും മാതാവിൻ്റെയും സ്നേഹത്തിൻ്റെ കുളിർമ ആത്മാവിൽ അനുഭവിക്കാം. ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോഴാണ് ഉള്ളിലുള്ള വെറുപ്പിൻ്റെ ഇരുട്ട് വിട്ടുപോകുന്നത്. സ്നേഹത്തിൻ്റെ പ്രകാശം ഉള്ളിൽ നിറയുമ്പോൾ പരിഭവങ്ങളുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കൂരിരുൾ നീങ്ങിപ്പോകുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. സാധിക്കുന്നത് പോലെ നേരെയിരിക്കാം. സ്വസ്ഥമായ മനസ്സോടെ, വലിയ സന്തോഷമുള്ള ഹൃദയത്തോടെ ആത്മാവിൽ ആവർത്തിച്ച് പറയാം, ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. എൻ്റെ ചിന്തകളിൽ സ്നേഹം നിറയുന്നു. എൻ്റെ മിഴികളിൽ സ്നേഹം നിറയുന്നു. എൻ്റെ കാതുകളിൽ സ്നേഹം നിറയുന്നു. എൻ്റെ വാക്കുകളിൽ, എൻ്റെ അധരങ്ങളിൽ സ്നേഹം നിറയുന്നു. എൻ്റെ അസ്ഥികളിൽ സ്നേഹം നിറയുന്നു. എൻ്റെ മജ്ജയിലും മാംസത്തിലും സ്നേഹം നിറയുന്നു. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശ്വാസകോശത്തിൽ സ്നേഹം നിറയുന്നു. എൻ്റെ ഉദരത്തിൽ, എൻ്റെ ആന്തരിക അവയവങ്ങളിൽ, എൻ്റെ നട്ടെല്ലിൽ സ്നേഹം നിറയുന്നു. എൻ്റെ കാലുകളിൽ, എൻ്റെ കരങ്ങളിൽ സ്നേഹം നിറയുന്നു. ഉച്ചി മുതൽ ഉള്ളം കാല് വരെ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശമുള്ള ഒരു ശരീരമായി ഞാൻ രൂപാന്തരപ്പെടുന്നു. എന്നിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ സുഗന്ധം പരക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മെ സുഖപ്പെടുത്തുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു മന്ത്രമാണിത്. ഈശോയും മാതാവും, സ്വർഗത്തിലായിരിക്കുന്ന ഈശോയും മാതാവും, എൻ്റെ കൂടെയായിരിക്കുന്ന ഈശോയും മാതാവും, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവചൈതന്യം എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും അതിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നവൻ
എന്നെ സ്നേഹിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. അനേകരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നെഞ്ചിന്റെ ഭാരങ്ങൾ വിട്ടുപോകുന്നു. കാൽമുട്ടിന്റെ വേദന, നട്ടെല്ലിന്റെ കട്ടുകിഴപ്പ് യേശുനാമത്തിൽ വിട്ടുപോകുന്നു. ഉദരത്തിലുള്ള പുകച്ചിൽ, വയറ് കമ്പിക്കുന്ന അവസ്ഥകൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. മനസ്സിലാവർത്തിച്ച് പറയാം, ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. വലിയൊരു അഭിഷേകം, വലിയൊരു ആനന്ദത്തിൻ്റെ അഭിഷേകം കർത്താവ് തരുന്നു. വരണ്ടിരിക്കുന്ന തൊണ്ടയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ബ്രസ്റ്റിന്റെ വലത് ബ്രസ്റ്റിൽ ഉള്ള മുഴയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. വിങ്ങൽ യേശുനാമത്തിൽ വിട്ടുപോകുന്നു. ഷോൾഡറിന്റെ മസിൽ വലിഞ്ഞു മുറുകുന്ന അസ്വസ്ഥത, നട്ടെല്ല് കുഴിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ട്, യൂറിനറി ഇൻഫെക്ഷൻ, യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. എർണിയ രോഗമുള്ള ഒരു സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മനസ്സിൽ ആവർത്തിച്ച് പറയാം, ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ശരീരം മുഴുവനും വലിയൊരു പ്രകാശം, സ്നേഹത്തിൻ്റെ പ്രകാശം നിറയുന്നു. ഹൃദയം മുഴുവനും വലിയൊരു ആനന്ദത്തിൻ്റെ സുഗന്ധം നിറയുന്നു. സ്നേഹത്തിൻ്റെ സുഗന്ധം. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക മാത്രം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു. സ്വർഗം വിട്ടിറങ്ങാനും ദൈവരൂപം ഉപേക്ഷിക്കുവാനും അത്രമാത്രം ഈശോ നമ്മെ സ്നേഹിക്കുന്നു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ദൈവീക രൂപം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായവനാണ് ക്രിസ്തു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. വളരെ സൗമ്യമായ ഒരു ശബ്ദത്തോടുകൂടെ അടുത്തിരിക്കുന്ന ഒരു 2 പേര് മാത്രം കേൾക്കാവുന്ന ഒരു ശബ്ദത്തോടെ, വളരെ താഴ്ന്ന, വളരെ ശാന്തമായ സൗമ്യമായ ശബ്ദത്തോടുകൂടെ നമുക്ക് ഈ മന്ത്രം ഏറ്റുപറയാം. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. 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 ഈശോയും മാതാവും
ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. ഈശോയും മാതാവും സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം 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 സ്നേഹിക്കുന്നു. തുല്യം സ്നേഹിക്കുന്നു. മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ മെടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഇടത്തെ ഹിപ്പിൻ്റെ മുകൾ ഭാഗത്തായി അതിശക്തമായി ഇടറിപ്പോകുന്നത് പോലെയുള്ള ഒരു വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന ആത്മീയ ചിന്ത, വചന ചൈതന്യം അസ്ഥികളെ ചേർത്ത് നിർത്തുന്നു. ഇടറിപ്പോയതിനെ കൂട്ടിയിണക്കുന്നു. വിട്ടുപോയതിനെ ചേർത്ത് വയ്ക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നഷ്ടപ്പെട്ടു പോയ സ്നേഹാനുഭവങ്ങൾക്ക് പകരമായി നിനക്ക് നഷ്ടപ്പെട്ടത് ഭൂമിയിലെ സ്നേഹമാണെങ്കിൽ, താൽക്കാലികമായ ചില കരുതലുകളാണെങ്കിൽ, ഇതാ ദൈവം നിനക്ക് 10,000 മടങ്ങായി സ്വർഗത്തിൻ്റെ സ്നേഹം, ശാശ്വതമായ സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം, ഓരോ ദിവസവും പുതിയതായ സ്നേഹം പകരം നൽകുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈ ഭൂമിയിൽ നിനക്ക് നഷ്ടപ്പെട്ടത് നഷ്ടമേ അല്ല എന്ന് ദൈവം നിന്നെ ഓർമ്മിപ്പിക്കുന്നു. നീ ക്രിസ്തുവിനെ പ്രതി സഹിച്ചതിന്, നീ ക്രിസ്തുവിനെ പ്രതി ത്യജിച്ചതിന്, നീ ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ചതിന് ഇതാ ദൈവം നിനക്ക് 10,000 മടങ്ങായി തിരിച്ചു തരുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി.
മനസ്സിൽ പറഞ്ഞാൽ മതി. അത് അനുഭവിക്കുക, അതാസ്വദിക്കുക. നിന്റെ ആത്മാവിൻ്റെ ദാഹത്തെ അത് ശമിപ്പിക്കുന്നു. സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള നിന്റെ വിശപ്പിന് അത് ഭക്ഷണമായിത്തീരുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. മനുഷ്യന്റെ ജീവിതം ഒരലച്ചിലാണ്. സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി ഒക്കെയുള്ള വിശപ്പോടുകൂടെയുള്ള അലച്ചിൽ. ആശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള അലച്ചിൽ, സാന്ത്വന തീരം തേടിയുള്ള അലച്ചിൽ, സ്നേഹസ്പർശം തേടിയുള്ള അലച്ചിൽ. എൻ്റെ കൂടെയിരിക്കാൻ ആരെങ്കിലും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടെയുള്ള അലച്ചിൽ, എന്നെ ചേർത്ത് പിടിക്കുന്ന ആരെങ്കിലും വേണമെന്ന ദാഹത്തോടെയുള്ള അലച്ചിൽ. കുഞ്ഞേ, സ്വർഗത്തിൻ്റെ മറുപടി ഇതാണ്: ഈശോയും മാതാവും നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഭൗതികമായ വളർച്ച ആഗ്രഹിച്ചുകൊണ്ടുള്ള അലച്ചിൽ, എങ്ങനെയെങ്കിലും സെറ്റിലാവണമെന്ന ചിന്തയോടുകൂടെയുള്ള പെടാപ്പാടുകൾ, കഷ്ടപ്പാടുകൾ, കഠിനാധ്വാനങ്ങൾ. സ്വർഗത്തിൻ്റെ ഉത്തരം ഇതാണ്: കുഞ്ഞേ, ഈശോയും മാതാവും നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. തൻ്റെ ഭക്തരുടെ കൂടാരങ്ങൾക്ക് ചുറ്റും അവിടുന്ന് ഇതാ ദൂതരെ അയക്കുന്നു. അവർ പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. നിന്നെ ഒരു തിന്മയും സമീപിക്കാതിരിക്കാൻ അവിടുന്ന് തൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടി നിനക്ക് സംരക്ഷണത്തിൻ്റെ വലിയ മതിൽ തീർത്തു തരുന്നു. നിന്റെ ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും മരിച്ചു വീണാലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. കാരണം ഈശോയും മാതാവും നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. നിനക്കൊരു തിന്മയും സംഭവിക്കാതിരിക്കാൻ ഇതാ നിന്റെ ജീവിതത്തിൻ്റെ മുൻപിലും പിറകിലും മുകളിലും ആയി കുരിശിന്റെ മുദ്ര ചാർത്തപ്പെട്ടിരിക്കുന്നു. ക്രൂശിതൻ തൂങ്ങിക്കിടക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഒരുപക്ഷെ ഞാനിന്ന് ഭൗതികമായ ഒത്തിരിയേറെ നഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കാം. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടിയും ലഭിക്കുന്നില്ല എന്ന തോന്നലിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എല്ലാം വെറുതെയായി, എല്ലാം പാഴായി, എല്ലാം തവിട് പൊടിയായി എന്ന ഒരു സാഹചര്യത്തിലൂടെ ഒരു നാശക്കൂമ്പാരത്തിൻ്റെ ഇടയിൽ പെട്ടുകിടക്കുന്ന ഒരാളെ പോലെ ആയിരിക്കാം. തകർന്നടിഞ്ഞു വീണ സ്വപ്നങ്ങളുടെ ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്ന ആളായിരിക്കാം. നീ കെട്ടിപ്പടുത്തതെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് അതിനടിയിൽപ്പെട്ട് ഞാനിതാ അന്ത്യശ്വാസം വലിക്കുകയാണോ എന്ന് തോന്നുന്ന അവസ്ഥയിലായിരിക്കാം. കുഞ്ഞേ, നിനക്കുള്ള സ്വർഗത്തിൻ്റെ ഉത്തരം ഇതാണ്: ഈശോയും മാതാവും നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. മനസ്സിൽ ഈ സത്യം ആവർത്തിച്ച് പറയാം: ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു.
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നെ ഉപേക്ഷിച്ചു പോയാലും, എൻ്റെ അമ്മ എന്നെ മറന്നാലും, എൻ്റെ അപ്പൻ എന്നെ തള്ളിപ്പറഞ്ഞാലും, എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ വേണ്ടെങ്കിലും, എൻ്റെ മക്കൾ എന്നെ ഇറക്കി വിട്ടെങ്കിലും, എനിക്കൊരഭയശിലയുണ്ട്. എന്നെ ഇറക്കി വിടാത്ത ഒരു കൂടാരമുണ്ട്. എനിക്ക് വേണ്ടി തുറന്നിട്ട വാതിലുകളുള്ള ഒരു ഭവനമുണ്ട്. ഞാൻ സ്വീകരിക്കപ്പെടുന്ന ഒരു ഹൃദയമുണ്ട്. എന്നെ ചേർത്ത് നിർത്തുന്ന കരങ്ങളുണ്ട്. ആ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. എന്റെ ദീനരോദനം കേൾക്കാൻ കഴിയാത്ത വിധം ആ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ആ കാതുകൾ അടഞ്ഞു പോയിട്ടില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. മനസ്സിലാവർത്തിച്ച് പറയാം, ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. അടുത്തിരിക്കുന്ന രണ്ടു പേർക്ക് മാത്രം കേൾക്കാവുന്ന സൗമ്യവും ശാന്തവുമായ ശബ്ദത്തിൽ നമുക്ക് മന്ത്രം ആവർത്തിച്ച് ചൊല്ലാം. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. ഈശോയും മാതാവ് എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും 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 മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈശോയും മാതാവും എന്നെ 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 ജീവന് തുല്യം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ശാന്തമായ മനസ്സോടുകൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. മനസ്സിലുള്ള ഭയങ്ങൾ, കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങൾ, ഇന്നിനെക്കുറിച്ചുള്ള ഭയങ്ങൾ, നാളെയെക്കുറിച്ചുള്ള ഭയങ്ങൾ, ചില വ്യക്തികളെക്കുറിച്ചും ചില സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള ഭയങ്ങൾ, നിന്നെക്കുറിച്ച് തന്നെയുള്ള ഭയങ്ങൾ, എല്ലാ തരത്തിലുള്ള ഭയങ്ങളിൽ നിന്നും ഇതാ ദൈവം നിന്നെ മോചിപ്പിക്കുന്നു. സ്നേഹമുള്ളിടത്ത് ഭയത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ തരത്തിലുള്ള സംശയങ്ങളിൽ നിന്നും ദൈവം നിന്നെ മോചിപ്പിക്കുന്നു. സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. വ്യക്തികളെക്കുറിച്ചുള്ള സംശയങ്ങൾ, നിന്റെ തന്നെ കഴിവിലുള്ള സംശയങ്ങൾ, കർത്താവ് നിനക്ക് ഇതാ മോചനം തരുന്നു. അപരന്റെ നന്മയിലുള്ള സംശയങ്ങൾ, കുഞ്ഞെ, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയും മാതാവും
എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. അടഞ്ഞുപോയ ഹൃദയം തുറക്കപ്പെടുന്നു. ശ്വാസകോശവും പിത്താശയവും കരളും ഒക്കെ സൗഖ്യം പ്രാപിക്കുന്നു. മനസ്സ് ശാന്തമാകുന്നു. കിഡ്നി സ്റ്റോണിൽ നിന്ന് കർത്താവ് മോചനം തരുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നിനക്ക് പറയാവുന്നൊരു മന്ത്രമാണ്: ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവൻ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായവൻ നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്തിനു കുറവുണ്ടാകും? കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ നിനക്കാരെതിരെ നിൽക്കും? കർത്താവ് നിന്റെ ഇടയനാണെങ്കിൽ നിനക്ക് പിന്നെ എന്തിനെങ്കിലും കുറവുണ്ടാകുമോ? ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും ഒരനർത്ഥവും നിനക്ക് സംഭവിക്കുകയില്ല. നിന്റെ ശത്രുക്കൾ കാണുക അവിടുന്ന് നിനക്ക് വിരുന്നൊരുക്കും. നിശ്ചലമായ ജലാശയത്തിലേക്ക് അവിടുന്ന് നിന്നെ ആനയിക്കും. സമൃദ്ധിയുടെ പച്ചപ്പുൽ മേടുകളിലേക്ക് അവിടുന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അവിടുത്തെ ചെങ്കോലും ദണ്ഡും നിനക്ക് ശക്തി നൽകും, ആശ്വാസം നൽകും, സംരക്ഷണം നൽകും. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. നമ്മൾ ഈ മെഡിറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. കണ്ണുകളടച്ചു പിടിച്ചുകൊണ്ട് തന്നെ നേരിയിരുന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് നൽകിയ ഈ ഒരു സ്നേഹാനുഭവത്തിന് നന്ദി പറയാം. കൃപയുടെ നിറവായ അമ്മ, തനയർക്ക് തുണയായ അമ്മ, നമ്മെ നോക്കി പുഞ്ചിരിക്കുകയും നമുക്ക് വിജയവും സൗഖ്യവും നൽകുകയും ചെയ്യുന്നു. കൃപയുടെ നിറവായ അമ്മ, തനയർക്ക് തുണയായ അമ്മ, നമ്മെ നോക്കി പുഞ്ചിരിക്കുകയും നമുക്ക് കൃപയും സൗഖ്യവും വിജയവും സൗഖ്യവും നൽകുകയും ചെയ്യുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ബെത്ലഹേമിലെ തൊഴുത്തിൽ കാലത്തിന്റെ പൂർണ്ണതയിൽ കാലത്തിന്റെ നാഥന് അവൾ ജന്മം നൽകിയതുപോലെ ആത്മാവിന്റെ അൾത്താരയിൽ, എൻ്റെ ആത്മാവിന്റെ അൾത്താരയിൽ അനുദിനം ഈശോ വളരുവാൻ എനിക്ക് കൃപ തരുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. സഹായം തരുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ കാലിയായ കലവറയെക്കുറിച്ചറിഞ്ഞപ്പോൾ കാലമൊന്നും കാക്കാതെ അവൾ പ്രാർത്ഥിച്ചതുപോലെ ഇതാ നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ നല്ല വീഞ്ഞ് വക്കോളം നിറയ്ക്കുവാൻ നമുക്ക് വേണ്ടി അവൾ പുത്രനോട് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിലേക്കുള്ള യാത്രയിൽ കാലിടറി വീണ തന്റെ തിരുക്കുമാരനെ വാരിയെടുത്തുമ്മ വെച്ച് അവൾ ഉയർത്തിയതുപോലെ ജീവിതയാത്രയിൽ അനുദിനം വീണുകൊണ്ടിരിക്കുന്ന നമ്മെ
അവൾ ഉയർത്തുകയും തിരുവസ്ത്രത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൃപയുടെ നിറവായ അമ്മ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകത്തോടെ സുനാമം വിളിക്കാം. ഈശോയേ, 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 കരങ്ങൾ അടിച്ചുകൊണ്ട് യേശുനാമം വിളിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ. ശക്തമായിട്ട് കരങ്ങൾ അടിച്ച്